അവിടെ ഇപ്പോഴിതാ ആശുപത്രിക്കകത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ആളുകളുണ്ട്. വിവിധ ആശുപത്രികളിലായിട്ടാണ് ഇവരെയൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ഡോക്ടർമാരെ വിന്യസിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഡോക്ടർമാരെയൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഒക്കെ ഇപ്പോഴും ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആശുപത്രിയുടെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആശുപത്രിക്കുള്ളിൽ നിന്നുള്ളതാണ്. കരൂരിലെ വലിയ ദുരന്തത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ നിലവിളി മാത്രമാണ് അവിടെ നിന്നും ഉയരുന്നത്. അത്രമാത്രം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ആ പരിപാടിക്കിടയിൽ ആകെ സുരക്ഷിതനായിരുന്ന ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാക്ഷാൽ ഇളയ ദളപതി വിജയ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ സേഫായിരുന്നു. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിങ്ങി നിരങ്ങുകയായിരുന്നു. അദ്ദേഹം വെള്ളക്കുപ്പി നീട്ടുമ്പോൾ പോലും ആ വെള്ളക്കുപ്പി ഏറ്റുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. ആ അച്ഛൻ്റെ തോളിലിരിക്കുന്ന, അച്ഛൻ്റെയോ സഹോദരൻ്റെയോ തോളിലിരിക്കുന്ന ആ കുട്ടിയെ കണ്ടു. അങ്ങനെ കുറേ കുഞ്ഞുങ്ങളായിരിക്കണം ഈ ദുരന്തത്തിൽ മരിച്ചു വീണിരിക്കുന്ന. 8 കുട്ടികളാണ് മരിച്ചു എന്നുള്ള വിവരം ഇതിനകം ലഭ്യമായിട്ടുള്ളത്. ചില കുട്ടികളെ കാണാതായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി, ശ്വാസം കിട്ടാൻ വേണ്ടി, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ പ്രയാസപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. രതീഷ് സാന്നിധ്യം തുടരുന്നുണ്ട്. രതീഷ്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു റാലി നടക്കുമ്പോൾ അതിൻ്റെ ആകാശ ദൃശ്യമൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൾക്കൂട്ടം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനിടയിൽ ഈ റാലിക്കുടനീളം, ഇന്നല്ല എല്ലാ ദിവസവും റാലി നടക്കുമ്പോൾ അതിലൊക്കെയും സേഫായിട്ട് വിജയുടെ വാഹനത്തിന് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുന്നു. പക്ഷേ ഈ ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ എന്തുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള വിമർശനം പോലെ അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ഇതിനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട സമയത്ത് പോലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അത്തരത്തിലൊരു കോളിലേക്കോ വിജയ് എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ്. വിജയുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. ഈ മണിക്കൂറിൽ വിജയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലേക്ക് വിജയ് പുറപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകും സർക്കാർ വിശദീകരിച്ചു കഴിഞ്ഞു. വിരമിച്ച ജഡ്ജിയുടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവൈലബിൾ മന്ത്രിസഭാ യോഗം എന്ന് തന്നെ പറയാം, ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനം സർക്കാരിൻ്റേത് വരുന്നത്. വിരമിച്ച ജഡ്ജി അരുണ ജഗദീശൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന ഏകാംഗ കമ്മീഷനാണ്. അതേസമയം തന്നെ തമിഴക രാഷ്ട്രീയത്തിൽ നമ്മൾ നേരത്തെയും പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് എതിർ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നുൾപ്പെടെ. ഇപ്പോൾ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിലാകെ നിൽക്കുന്നുണ്ട്. സമാനമായി വിജയ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അവസാനമാണോ അതോ വിജയ് മറ്റൊരു ദിശയിലേക്ക് വളരുകയാണോ? ഇതൊരു ദുരന്ത സമയമാണെങ്കിൽ പോലും ഇത് തമിഴക രാഷ്ട്രീയമായി ചേർത്ത് വായിക്കപ്പെടേണ്ട സർക്കാർ നടപടികളും പോലീസ് നടപടികളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിട്ട് ഒരു വാക്കുപോലും പ്രതികരിക്കാതിരിക്കുന്ന വിജയിയെ ജനം സ്വീകരിക്കുമോ എന്ന വളരെ ചോദ്യം പ്രധാനമാണ്. വിജയുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ അതോ നാളെ ഉണ്ടാകുമോ? അറസ്റ്റിലേക്ക് തന്നെയല്ലേ നടപടികൾ എന്ന കൗതുകമാണ്, എന്ന സംശയമാണ് ഇപ്പോൾ പൊതുവിൽ ചെന്നൈയിലാകെ പോലീസ് മതിയായ സുരക്ഷ നൽകിയില്ല എന്നുള്ള പ്രതികരണം ചില TVK പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നായിട്ടും പുറത്തു വരുന്നുണ്ട്. അങ്ങനൊരു വിമർശനം ഒരു പക്ഷേ വിജയ് ഉയർത്തിയേക്കാം. സ്വാഭാവികമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി എന്നത് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ഈ കരൂരിലെ പരിപാടി നടത്താൻ 10,000 പേർക്കായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. അതും കോടതിയുടെ അനുമതിയായിരുന്നു. അങ്ങനെ 10,000 പേർക്കാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായി? കൂടുതൽ ആളുകൾ എത്തിയെങ്കിൽ അപ്പോൾ പോലീസ് എങ്ങനെ ഇടപെട്ടു തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ പോലീസ്
കണ്ടു നിൽക്കാനാകുന്ന ദൃശ്യമല്ല. കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന, ഒരു പക്ഷേ അവരൊക്കെ ഏത് ആശുപത്രിയിലാണെന്നുള്ളത് പോലും ഈ ആളുകൾക്ക് അറിയണമെന്നില്ല. അങ്ങനെ ആശുപത്രികൾക്ക് ചുറ്റുമെത്തിയിട്ടുള്ള ആൾക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഓരോ ആശുപത്രിക്ക് മുൻപിലും അത്രമാത്രം ആളുകൾ തടിച്ചുകൂടുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്, ഡോക്ടർമാരൊക്കെ ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കാണാതെ വിലപിക്കുന്ന, കൂടെയുള്ള ആളുകൾ മരിച്ചുപോയി ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ വിലപിക്കുന്ന മനുഷ്യന്മാരെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത്രയും നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, അത്രമാത്രം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് വരുന്നത്. ആളുകളുടെ കരച്ചിലാണ്. നമ്മൾ സംസാരിച്ചു വന്നത് വിജയെ പറ്റിയാണ്. രതീഷ് അനിരുദ്ധൻ തുടരുന്നുണ്ട്. രതീഷ്, സിനിമയിൽ കാണിക്കുന്ന ഹീറോയിസം അത് ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിന്മേൽ കൂടിയാണ് ഈ തമിഴിൻ്റെ സിനിമയും രാഷ്ട്രീയവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമായിട്ടും സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ആ സിനിമയിലേതുപോലെ ആയിരിക്കാം താരങ്ങൾ, നായകന്മാർ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ആളുകൾ അത്രമാത്രം അന്ധമായി അവരെ വിശ്വസിക്കുകയും അവരെ താരാരാധന നടത്തുകയും ചെയ്യുന്നത്. അവിടെയാണ് വിജയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ ആളുകളെയാകെ, ഈ ആരാധകരെയാകെ, ഈ അണികളെയാകെ, തൻ്റെ സ്വന്തം ആളുകളെയാകെ ഒറ്റയ്ക്കിട്ട് ഈ ദുരന്തത്തിന് നടുക്കടലിലാക്കി വിജയ് സ്വയം രക്ഷപ്പെടുന്നത്. தண்ணி கொடுங்கப்பா, தண்ணி பாட்டில் கொடு, தண்ணி பாட்டில். ஜெகதீஷ், உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா. என்னப்பா? கமிங் கமிங் கமிங், ஆம்புலன்ஸ் வருது வருது வருது. ാണ് ഈ ദൃശ്യങ്ങളൊക്കെയും. അത്രമാത്രം സങ്കടമാണ്. കുഞ്ഞുങ്ങളുണ്ട്, അതിൽ അമ്മമാരുണ്ട്, അതിൽ പല പ്രായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ ഒന്നും ഒപ്പം ഉണ്ടായുള്ള ആളുകൾ തിരിച്ചവർക്ക് കൂടെ പോകാനില്ല. കരൂരിലുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ അവർക്കൊക്കെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുലർച്ചെ 1 മണിക്കുള്ള വിമാനത്തിൽ MK സ്റ്റാലിൻ പുറപ്പെടും. അദ്ദേഹം തന്നെ നേരത്തെ ഈ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയാണ് കരൂരിലുള്ളതെന്ന് MK സ്റ്റാലിൻ പ്രതികരിച്ചിരുന്നു. ആശുപത്രിക്ക് പുറത്ത് അവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശുപത്രിക്കകത്തേക്ക് ആളുകളെ കടത്തി വിടുന്നില്ലായിരിക്കണം ഒരുപക്ഷെ. കാരണം കടത്തിവിട്ടാലുണ്ടാകുന്ന വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം. പക്ഷേ തങ്ങളുടെ കൂടെ വന്ന ആളുകൾ, തങ്ങളുടെ ഉറ്റവർ അതിനുള്ളിലുണ്ടോ എന്നറിയാനോ അവർക്ക് എന്ത് പറ്റി, അവരുടെ ആരോഗ്യാവസ്ഥ അറിയാനൊക്കെ ആയിട്ട് വന്നു നിൽക്കുന്ന ആളുകളാണ്. അവിടെ ഗേറ്റ് പൂട്ടി അതിനുള്ള ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു ദുരന്തം, അല്ലെങ്കിൽ ആളുകളൊക്കെ ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണത്.